ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് എല്ലാവരുടെയും ലഞ്ച് മട്ടൻ കറിയും ചോറുമായിരുന്നു. എല്ലാവരും നോൺ വെജ് കഴിക്കുന്നവരാണ്, ജിഷിനും ജിസയിലും ഒഴികെ. അപ്പോൾ ജിഷിൻ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഇത് കണ്ടതും റെന എനിക്കും ചപ്പാത്തി വേണം എന്ന് പറയുന്നു. എന്തിനാണ് ഫേവറിസം കാണിക്കുന്നത്, എനിക്കും ചപ്പാത്തി താ എന്ന് പറയുന്നു. അത് ജിഷിൻ ഇത് ഇഷ്ടപ്പെടുന്നത്, ജിഷിൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ചോറ് കഴിച്ചാൽ മതി എന്നാണ് ജിഷിൻ പറയുന്നത് റെനയുടെ അടുത്ത്. ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടാവുന്നു. ചോറ് കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തി വേണമെന്ന് റെന തരാൻ പറ്റില്ല എന്ന് ജിഷിൻ, ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ ലാലേട്ടൻ കൊടുത്ത ഒരു ടാസ്കിൽ ജിഷിൻ ടാർഗറ്റ് ചെയ്തൊരു ആളാണ് റെന. അപ്പൊ ഇവർ തമ്മിൽ ഇന്നൊരു വഴക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ, എന്തായാലും ഇതില് എന്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ മട്ടൻ കറി പ്ലസ് റൈസ് ഇതൊരു കോംബോയും, പിന്നെ ചപ്പാത്തി പ്ലസ് വെജ് കറി വേറൊരു കോംബോ ആക്കാനും ഇതെന്തുവാ റെസ്റ്റോറന്റ് ആണോ, ഒരു വീടല്ലേ ഇത്? ചപ്പാത്തിയോടെ മട്ടൻ കറി കഴിക്കാൻ റെനയ്ക്ക് ആഗ്രഹം തോന്നിയെങ്കിൽ എന്തുകൊണ്ട് ജിഷിൻ അത് കൊടുത്തുകൂടാ? അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. റെനയ്ക്ക് മട്ടൻ കറിയും ചപ്പാത്തിയും ഒന്നിച്ചു കൂട്ടി അടിക്കണം എന്നൊരു ആഗ്രഹമാണെന്ന് തോന്നുന്നു. അതിനായിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചപ്പാത്തിയുടെ വെജ് കറി മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, വേറെ കറിയൊന്നും കൂട്ടാൻ പറ്റില്ല. ചപ്പാത്തി തരുവാണെങ്കിൽ വെജ് കറി കഴിച്ചോണമെന്ന്. വെജ് കറി കഴിക്കാനായിട്ട് റെനയെ നിർബന്ധിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ടും എനിക്ക് തോന്നിയില്ല. ഒരാൾക്ക് അവരുടേതായ ചോയ്സസ് ഇല്ലേ. പിന്നെ ഇതിന്റെ വേറൊരു ആംഗിളിൽ നോക്കിയാൽ രണ്ടപ്പം കൊണ്ട് ഐഹരം പേരെന്ന് പറയുന്ന പോലെ 1/2 കിലോ ആണ് അവർക്ക് മട്ടൻ കൊടുത്തിരിക്കുന്നത്. അനുമോൾ ഗ്രേവി ആക്കി ഉണ്ടാക്കിയത് കൊണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും തികയുമായിരിക്കും. അതോടൊപ്പം തന്നെ അരിയും പിന്നെ ഈ പറയുന്ന ഗോതമ്പും ഒക്കെ കുറവായിരിക്കും. അതായിരിക്കും ജിഷിൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നത്. എന്തായാലും ഇതിപ്പോ ലൈവില് അക്ബറും ജിസയിലും ഒക്കെ ഏറ്റുപിടിച്ചൊരു പ്രശ്നം തന്നെ ആവുന്നുണ്ട്. കാരണം അക്ബർ ജിസയിലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, വെജ് കഴിക്കുന്നവർക്കും ചോറ് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ന്യായമായ ചോദ്യമാണ് കേട്ടോ. ഈ വെജ് കഴിക്കുന്നവർക്ക് മാത്രം എന്തിനാണ് വേറെ ഫുഡ് ഉണ്ടാക്കുന്നത്, അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? ചോറും വെജ് കറിയും കൂട്ടി അങ്ങ് കഴിച്ചാൽ പോരെ. അവർക്ക് അവിടെ സ്പെഷ്യൽ പരിഗണന കൊടുത്ത് 2 പേരെ ഉള്ളു താനും. ഇപ്പം 50% പോലും ഇല്ല വെജ് പോപ്പുലേഷൻ അവിടെ. ഇപ്പൊ ഒരു ഡെമോഗ്രഫിക് എടുത്ത് നോക്കുവാണെങ്കിൽ 50% ആളുകൾ പോലും ഇല്ല, 2 ആളുകളാണ്. അപ്പം ന്യൂനപക്ഷമാണ് വെജ് കഴിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടി 2 പേർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം അതും അത്ര ഗുഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും